ഓക്കെ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയം പ്രാർത്ഥനാധ്വനി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം സംസാരിപ്പാൻ എളിയവനായ എന്നെ ബലപ്പെടുത്തിയ കർത്താവായ ദൈവത്തെ ഞാൻ ഈ സമയം നന്ദി അർപ്പിക്കുകയാണ്. പ്രാർത്ഥനാധ്വനി എന്ന ഈ ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിനായിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയൽ, ഗുജറാത്ത്, ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ ഈ പ്രാർത്ഥനാധ്വനി എന്ന ഫേസ്ബുക്ക് പേജുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഖത്തറിലെ ഇതിൻ്റെ പ്രയർ കോർഡിനേറ്റർ ബ്രദർ ഫിലിപ്പ് പി പൊന്നച്ചൻ ആണ് എനിക്കിങ്ങനെ ഒരു സാവകാശം ഒരുക്കി തന്നത്. ആ വിലപ്പെട്ട ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഈ പേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അഗാപ്പെ, ദോഹയിലുള്ള അഗാപ്പെ ചർച്ചിൻ്റെ മെമ്പറായിരിക്കുന്ന ബ്രദർ മനോജ് ബ്രദറാണ്. അദ്ദേഹത്തെ ഓർത്ത് ഈ സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഹൃദയംഗമായ നന്ദി ഈ സമയത്ത് ഞാൻ അർപ്പിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. എൻ്റെ പേര് ഷിജു തോമസ് എന്നാണ്. ഞാൻ UP യിൽ കാൺപൂർ എന്ന സ്ഥലത്ത് ജോലിയോടനുബന്ധിച്ച് ദൈവ വേലയോട് ഒപ്പമായിരിക്കുന്നു. ഞാൻ വിവാഹിതനാണ്. 2 കുട്ടികളെ ദൈവം എനിക്ക് ദാനമായി തന്നു. എൻ്റെ ഭാര്യയുടെ പേര് സ്മിത എന്നാണ്. എനിക്കൊരു മകൾ, ഒരു മകൻ. മകൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മകൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവവേലയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രതിസന്ധിയിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം എന്നുള്ള ഒരു ടോപ്പിക്കാണ് സംസാരിക്കുവാൻ വേണ്ടി എന്നെ ഇന്ന് ഏൽപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ഒരു ടോപ്പിക്കാണ് ഈ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ സ്ഥിരമായി പ്രക്ഷേപണം ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ ഒരു ടോപ്പിക്കിനോടനുബന്ധിച്ച് നിങ്ങൾ പലവിധമായ മെസ്സേജുകൾ, ദൈവവചന ആലോചനകൾ നിങ്ങൾ കേട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ദൈവം എൻ്റെ മനസ്സിൽ തന്ന ചില ചിന്തകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ മാനുഷിക ജീവിതത്തിൻ്റെ ഒരു കോമൺ ഫാക്റ്റായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ചിലപ്പോൾ സങ്കടങ്ങളുടെ അനുഭവത്തിൽ കൂടെയാകാം, പല ചലഞ്ചസ് ആയിട്ടാകാം, പരീക്ഷകളാകാം, പ്രലോഭനങ്ങളാകാം, അല്ലെങ്കിൽ നികത്താൻ കഴിയാത്ത ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് കൊണ്ടുള്ള രൂപത്തിലാകാം, ഒറ്റപ്പെടുത്തലുകളാകാം, അപമാനത്തിൻ്റെ രൂപത്തിലാകാം. പല രീതിയിൽ ഭൗതിക ജീവിതത്തിൽ നാം പ്രതിസന്ധിയിൽ കൂടെയും കഷ്ടതയിൽ കൂടെയൊക്കെയും കടന്നു പോകാറുണ്ട്. ആത്മീക ജീവിതത്തിൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ കഷ്ടതകൾ എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാണ്. അത് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നതൊന്നല്ല എന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു തന്നെ തൻ്റെ തിരുവായി മൊഴിഞ്ഞ് താൻ പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ എന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്
പ്രതിസന്ധി ജീവിതത്തിൽ, മാനുഷിക ജീവിതത്തിലും ആത്മിക ജീവിതത്തിലും പ്രതിസന്ധി കടന്നു വരിക അല്ലെങ്കിൽ കഷ്ടത ജീവിതത്തിൽ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് അത് സർട്ടൻ ആണ്, അത് അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ കർത്താവ് തന്നെ ഈ കാര്യം പറയുമ്പോൾ, അതായത് ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ, അതിനുശേഷം കർത്താവ് ഈ കാര്യം പറയുന്നതിന് മുമ്പ്, അതായത് 16-ാം അധ്യായത്തിലാണ് കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. എന്നാൽ അതിനു മുമ്പ് 14-ാം അധ്യായത്തിൽ ഒരു വലിയ വാഗ്ദത്തം കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അതിപ്രകാരമാണ്: And I will ask the Father, and he will give you another helper. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ നിങ്ങൾക്ക് ഒരു സഹായിയെ തരും. ആംപ്ലിഫൈഡ് ബൈബിളിൽ ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുവാനിടയായി തീർന്നു. നിങ്ങളുടെ മുമ്പിൽ ഞാനത് ഒന്ന് വായിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. And I will ask the Father, and he will give you another helper. അതിന് ആ ഹെൽപ്പർ എന്നുള്ളതിന് വിശദീകരണം കൊടുത്തിരിക്കുന്നത് കംഫർട്ടർ, അഡ്വക്കേറ്റ്, ഇൻ്റർസെസർ, കൗൺസിലർ, സ്ട്രെങ്തനർ, സ്റ്റാൻഡ് ബൈ എന്നൊക്കെയാണ്. ടു ബി വിത്ത് യു ഫോർ എവർ. പറയുകയാണ്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, അതായത് നിങ്ങൾക്ക് പ്രയാസമുണ്ട്, പ്രതിസന്ധിയുണ്ട്, എങ്കിലും ഈ കഷ്ടതയുടെ നടുവിലും നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന, നിങ്ങളെ അഡ്വക്കേറ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് ഉപദേശം പറഞ്ഞു തരുന്ന, നിങ്ങളുടെ ഇടുവിൽ നിൽക്കുവാൻ, ഇൻ്റർസെസറായി നിങ്ങളുടെ ഇടുവിൽ നിൽക്കുവാൻ, നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തരുന്ന ഒരു കൗൺസിലറായി, ഒരു സ്ട്രെങ്തനറായി, ഒരു സ്റ്റാൻഡ് ബൈ ആയി കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായി, അതായത് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒരു വലിയ അമൂല്യമായ ഒരു വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏത് നിമിഷത്തിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് ദൈവ പൈതലിൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ കാണാൻ കഴിയും. ദൈവമക്കളുടെ ഒരു ഭാഗ്യമാണ് എപ്പോഴും കൂടെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യം. ഈ നമ്മുടെ ടോപ്പിക്ക് പ്രതിസന്ധിയിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം എന്നുള്ളതാണ്. ഗോഡ്സ് പ്രസൻസ് റിവീൽസ് ഇൻ ട്രബിൾ. പുതിയ നിയമത്തിൽ ദൈവവചനം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ദൈവ സാന്നിധ്യം ഒരു മീൻവയിൽ വെളിപ്പെടുന്ന ഒന്നല്ല, മറിച്ച് എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കുന്ന എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പഴയ നിയമത്തിലെ ഒരു കോൺസെപ്റ്റാണ് വന്നും പോയും ഇരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം എന്നുള്ളത്. എന്നാൽ പുതിയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ കാണുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതിനുശേഷം പറയുകയാണ്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. നാം ക്രിസ്ത്യൻ തിയോളജിയിൽ ദൈവത്തിൻ്റെ വെളിപ്പാടിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ജനറൽ റെവലേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് കാണുവാൻ കഴിയും. അത് എല്ലാവർക്കും വെളിപ്പെടുന്ന, എല്ലാവർക്കും ദൈവത്തെ അറിയാൻ കഴിയുന്ന ഒരു ഉപാധി, അല്ലെങ്കിൽ പല രീതിയിൽ ദൈവത്തെ മനസ്സിലാക്കാൻ പ്രകൃതിയിൽ കൂടെ മറ്റ് പല മീഡിയയിൽ കൂടെ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയും എന്ന് പഠിപ്പിക്കുകയാണ്. എന്നാൽ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് അത് എപ്പോഴും
പ്രത്യേകിച്ച് ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക്, ദൈവം ഇഷ്ടപ്പെടുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്. അത് പ്രത്യേകമായി അവർക്ക് നൽകിയിരിക്കുന്നതാണ് എന്ന് ദൈവവചനത്തിൽ കാണുന്നു. അതിൻ്റെ താഴത്തെ വാക്ക് ഇപ്രകാരമാണ് കാണുന്നത്: അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. നമ്മളോട് കൂടെ വസിക്കുവാൻ, കൂടെ ഇരിക്കുവാൻ തന്നിരിക്കുന്ന ഒരു അമൂല്യമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമെന്ന് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹി റിമൈൻസ് വിത്ത് യു കണ്ടിന്യൂലി ആൻഡ് വിൽ ബി ഇൻ യു. എപ്പോഴും നിങ്ങളോട് കൂടെ വസിക്കുവാൻ. അത് ഇംഗ്ലീഷിൽ ആ വേർഡ് വാക്യം ഉപയോഗിക്കുമ്പോൾ ഇപ്രകാരമാണ്: ഹി റിമൈൻസ് വിത്ത് യു കണ്ടിന്യൂലി. ഹി റിമൈൻസ് വിത്ത് യു കണ്ടിന്യൂലി. ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് എപ്പോഴും അവരോട് കൂടെ വസിക്കുവാൻ വേണ്ടിയാണ്, എപ്പോഴും അവരോട് കൂടെ ഇരിക്കുവാൻ വേണ്ടിയാണ്. രണ്ട് കാര്യം അവിടെ എടുത്തു പറയുകയാണ്: ഹി റിമൈൻസ് വിത്ത് യു കണ്ടിന്യൂലി ആൻഡ് വിൽ ബി ഇൻ യു. നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവം പുതിയ നിയമ വിശ്വാസികൾക്ക്, പുതിയ നിയമ ഭക്തന്മാർക്ക് ദൈവം തന്നിരിക്കുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. എപ്പോഴും കൂടെ ഇരിക്കുവാൻ. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും എന്നുള്ളത് ഏതൊരു പ്രത്യേക സ്ഥാനത്ത് നിന്ന് നമ്മളിലേക്ക് കടന്നു വരും എന്നുള്ളതിനേക്കാൾ ഉപരി ആ ദൈവ സാന്നിധ്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരിക്കുവാൻ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നാം അത് തിരിച്ചറിയുകയാണ് വേണ്ടിയത്, നാം അത് മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് പുതിയ നിയമ കാഴ്ചപ്പാടിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. റിയലൈസ് ഓർ റെക്കഗ്നൈസ് ദ ഗോഡ്സ് പ്രസൻസ്. അതിന് ദൈവവചനം നാം പഠിക്കുമ്പോൾ, അതുകൊണ്ട് ഇന്നത്തെ ദൈവവചനത്തിൻ്റെ ചിന്തയ്ക്കായി പ്രതിസന്ധിയിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം എന്ന ടോപ്പിക്ക് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ ഇന്നത്തെ ഈ ഒരു ചിന്തയുടെ ഹെഡിങ് ഞാൻ ഇപ്രകാരം കൊടുക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്: കഷ്ടതയുടെ നടുവിലും ക്രിസ്തുവിൻ്റേതുപോലുള്ള ഒരു മനോഭാവം നിലനിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക. റെക്കഗ്നൈസ് ദ ഗോഡ്സ് പ്രസൻസ് ബൈ മെയിൻറ്റൈനിങ് എ ഗോഡ്ലി ആറ്റിറ്റ്യൂഡ് ഓർ എ ക്രൈസ്റ്റ് ലൈക്ക് ആറ്റിറ്റ്യൂഡ്. ഞാൻ പറഞ്ഞത്, പുതിയ നിയമ വിശ്വാസികൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദൈവ സാന്നിധ്യം എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ, പ്രത്യേക സമയങ്ങളിൽ നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെയോ അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയാതെയോ പോകുന്നത് നമുക്ക് ഒരു ദൈവീകമായ കാഴ്ചപ്പാട്, ദൈവികമായ ഒരു മനോഭാവം നിലനിർത്താൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവവചനം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രതിസന്ധി, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നത് അത് നമ്മളെ ക്രിസ്തുവിനോട് കൂടുതൽ ക്രിസ്തുവിനെ പോലെ ആക്കുവാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ അവൻ നമ്മളെ കഷ്ടങ്ങളിൽ കൂടെയും ട്രയൽസിൽ കൂടെയും ഡിഫിക്കൽറ്റീസിൽ കൂടെ കടത്തിവിടുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നാം ദൈവവചനം പഠിക്കുമ്പോൾ പല വ്യക്തികളെ, അതായത് പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ ദൈവഭക്തന്മാരുടെ ജീവിതം നോക്കിയാൽ നമുക്ക് അനേകർ പലവിധമായ കഷ്ടതയിൽ കൂടെയും പ്രയാസങ്ങളിൽ കൂടെയും ചലഞ്ചസിൽ കൂടെയും കടന്നുപോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നാം സൂക്ഷ്മമായി ആ വിഷയത്തെ, ആ വ്യക്തികളെ പഠിക്കുമ്പോൾ അവരിൽ ദൈവ സാന്നിധ്യത്തോട് അവർ എപ്രകാരമാണ് പ്രതികരിച്ചത്, അവർ എപ്രകാരമുള്ള മനോഭാവമാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തത് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ആ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലും അവർക്ക് ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞാൽ, മോശയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 33, 14, 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോകും.
പുറപ്പാട് പുസ്തകം 33 അതിൻ്റെ 14 വാക്യം ഇപ്രകാരമാണ്: എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നരുളി ചെയ്തു. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ. മോശ ദൈവത്തോട് പറയുകയാണ്, തൻ്റെ പിൻപിലുള്ള ജനലക്ഷങ്ങളെ നയിക്കുവാൻ വേണ്ടി ദൈവം തന്നെ നിയോഗിച്ചപ്പോൾ വളരെ ജ്ഞാനിയായ മോശ, അന്നത്തെ കാലത്ത് തനിക്ക് നേടുവാൻ കഴിയുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസം നേടുവാൻ കഴിഞ്ഞ ഒരു വ്യക്തി, ആയുധകലകളിൽ അഭ്യാസങ്ങളിൽ പ്രാവണ്യം നേടിയൊരു വ്യക്തി, താൻ പറയുകയാണ്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ. തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ, ദൈവമേ, നീ എന്നെ ഒരു ലീഡറായി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 25-30 ലക്ഷം ആളുകളെ നയിക്കുവാൻ വേണ്ടി നീ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ എനിക്ക് നിന്റെ സാന്നിധ്യം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആ ഭാഗം വായിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. മോശ ബാലൻസ് ചെയ്യുന്ന ഒരു മനോഭാവം, തൻ്റെ ബുദ്ധിയോ തൻ്റെ ജ്ഞാനമോ തൻ്റെ ശക്തിയോ തൻ്റെ ആയുധബലമോ തൻ്റെ സൈന്യബലമോ ഒന്നും ദൈവ സാന്നിധ്യത്തോളം മികവുള്ളതല്ല എന്ന് താൻ തന്നെ സമ്മതിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു മനോഭാവം നമുക്ക് മോശയിൽ കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കരുതേ. ഈ ഒരു പ്രത്യേക ടാസ്കിന് വേണ്ടി, ഈ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ദൈവമേ നീ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ എനിക്ക് ലോകപരമായ ജ്ഞാനമോ ഞാൻ ബുക്കിൽ നിന്ന് നേടിയ ജ്ഞാനമോ ലോകത്തിൽ എനിക്ക് കിട്ടിയ മറ്റ് ജ്ഞാനങ്ങളോ ഒന്നുമല്ല. അതിലുപരി എനിക്ക് ആവശ്യം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എന്ന് മോശ പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ദാവീദിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, ദാവീദിൻ്റെ ജീവിതത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ താനും ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ കൂടെ കടന്നുപോയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം ഏറ്റവും വളരെ മനോഹരമായി താൻ രേഖപ്പെടുത്തിയിരിക്കുന്ന 23-ാമത്തെ സങ്കീർത്തനത്തിലാണ്. 23-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം കാണുകയാണ്, കൂരിരിൽ താഴ്വരകളിൽ കൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് താൻ രാജാവായിരിക്കുമ്പോഴാണ് താൻ ആ വാക്കുകൾ എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആ ഒരു സങ്കീർത്തനം താൻ രചിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. താൻ രാജാവായിരിക്കുമ്പോൾ തന്നെ തൻ്റെ പിൻകാല അനുഭവത്തിൽ കൂടെ താൻ കടന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുകയാണ്. താൻ പറയുകയാണ്, ഞാൻ കൂരിരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ നിന്റെ വടിയും കോലും, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. താൻ ഒരു ഇടയനായി തൻ്റെ പിൽക്കാല ജീവിതത്തിൽ വനാന്തരങ്ങളിൽ ചിലവഴിച്ച തൻ്റെ അനുഭവങ്ങൾ താൻ അയവിറക്കുമ്പോൾ താൻ പറയുകയാണ്, ഞാൻ അവിടെ എൻ്റെ ആടുകൾക്കിടയനായിരുന്നെങ്കിലും ഞാൻ എൻ്റെ കർത്താവിന്, എൻ്റെ ദൈവത്തിന് ഞാൻ ഒരാടായിരുന്നു. ഒരു ഇടയൻ തൻ്റെ ആടുകളെ എങ്ങനെ പരിപാലിക്കുന്നുവോ അതേപോലെ ദൈവത്തിൻ്റെ പരിപാലനം താൻ വ്യക്തമായി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഞാൻ പലപ്പോഴും ആ സങ്കീർത്തന ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. മരണനിഴലിൽ താഴ്വരയിൽ കൂടെ കടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വടിയും കോലും എങ്ങനെയാണ് ഒരു ആശ്വാസമാകുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, അന്നത്തെ ഒരു ജിയോഗ്രഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പാലസ്തീനിലെ വനാന്തരങ്ങളിൽ ആടിനെ മേയ്ക്കുമ്പോൾ ആടിനെ ഒരു പ്രത്യേക പ്രതലത്തിൽ നിന്നും അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കൊണ്ടുപോകണമെങ്കിൽ ചില താഴ്വരകളിൽ കൂടെ കടന്നിട്ട് വേണം അപ്പുറത്ത് പോകുവാൻ. അങ്ങനെ പല പ്രാവശ്യം തൻ്റെ ആടുകളെ കൊണ്ട് ദാവീദ് ഈ താഴ്വരകളിൽ കൂടെ കടന്നു പോയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. താൻ കടന്നു പോകുമ്പോൾ പല പ്രാവശ്യം തനിക്ക് തൻ്റെ ആടുകൾക്ക് ഇപ്രകാരമുള്ള അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്.
അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് മരണനിഴലിൻ താഴ്വര. ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ഷാഡോസ് ഓഫ് ദ ഡെത്ത്, മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴും, വളരെ അഗാധമായ താഴ്വര, വനനിബിഡമായതുകൊണ്ടോ അല്ലെങ്കിൽ ആ താഴ്വാരത്തിൻ്റെ അഗാധത്തിൻ്റെ കാഠിന്യം കൊണ്ടോ എന്തുകൊണ്ടോ അവിടെ അന്ധകാരം അവിടെ അവിടെ നിലനിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സൂര്യൻ്റെ പ്രകാശം കടന്നു ചെല്ലാൻ കഴിയാത്തത്രത്തോളം അഗാധമായ താഴ്വരയിൽ കൂടെ ആടുകൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. തൻ്റെ ആടുകളെ അപ്രകാരം കടന്നു വിടുമ്പോൾ ഒരിടയൻ, നല്ലൊരിടയൻ അതിനോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട്, ആ സമയത്ത് ആടുകൾക്ക് ചിലപ്പോൾ തൻ്റെ ഇടയനെ കാണാൻ കഴിയുന്നില്ല, കൂടെ സഞ്ചരിക്കുന്ന ആടുകളെ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ആ സമയത്ത് തൻ്റെ ആടുകൾ ഭയചകിതരായി പോകാറുണ്ട്, അവർ ഭയപ്പെടാറുണ്ട്. ആ സമയത്ത് നല്ല ഇടയൻ തൻ്റെ കയ്യിലിരിക്കുന്ന വടി ഉപയോഗിച്ച് ആടുകളുടെ പുറത്ത് ചെറിയ രീതിയിൽ തട്ടുവാനിടയായിത്തീരും. അങ്ങനെ തട്ടുമ്പോൾ ആടുകൾ മനസ്സിലാക്കുകയാണ്, ഈ മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ സ്നേഹവാനായ ഇടയൻ എന്നോടൊപ്പമുണ്ട്. തൻ്റെ വടിയും കോലും എൻ്റെ ശരീരത്ത് മുട്ടുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നാം പലരും നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടൊക്കെ നാം കടന്നു പോകാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ അനുഭവിക്കാൻ കഴിയുന്നത് അവിടെ ദാവീദ് നിലനിർത്തിയ ചില നല്ല മനോഭാവങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അതിനു മുമ്പ് താൻ എഴുതിയിരിക്കുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ഐ ലാക്ക് നത്തിങ്. താൻ രാജാവായിരിക്കുമ്പോഴും പറയുകയാണ്, ഞാൻ അനേക ആളുകളുടെ രാജാവായിരിക്കാം, പക്ഷെ എൻ്റെ രാജാവ് സർവശക്തനായ യഹോവയാണ് എന്ന് താൻ പറയുകയാണ്. എന്നെ നയിക്കുന്നത്, എന്നെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ നല്ല ഇടയനായ യഹോവയുടെ അണ്ടറിലാണ് എന്ന് ദാവീദ് അവിടെ സമ്മതിക്കുകയാണ്. കർത്തൃത്വം പൂർണ്ണമായി, അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവം നമുക്കവിടെ കാണുവാൻ കഴിയും. ഒരു വ്യക്തിക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവം മെയിൻറ്റെയിൻ ചെയ്യുന്നതോട് കൊണ്ടാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ആരൊക്കെ ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ടോ അവരൊക്കെയും ദൈവ ആശ്രയത്വത്തിൽ, അത് ആ കഷ്ടതയുടെയും പ്രശ്നങ്ങളുടെയും നടുവിലും ദൈവ സാന്നിധ്യം അവർ അനുഭവിച്ചത് അവർ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു മനോഭാവം കീപ്പ് ചെയ്തതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ഗോഡ്ലി ആറ്റിറ്റ്യൂഡ്, ഒരു ദൈവികമായ മനോഭാവം നാം കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ, അതല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ പറയുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ദൈവവചനത്തിൽ ഓരോ വ്യക്തികളെ എടുത്താലും അവരുടെ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ അവർ ദൈവ സാന്നിധ്യം അനുഭവിച്ചെങ്കിൽ, ആ വിഷയം ഒന്നുകൂടെ സൂക്ഷ്മമായി നാം പരിശോധിച്ചാൽ അവർ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വളരെ വ്യക്തമായി ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി, ഒരു പോസിറ്റീവായിട്ടുള്ള മനോഭാവം അവർ ജീവിതത്തിൽ സൂക്ഷിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരു ക്രൈസ്റ്റ് ലൈക്ക് ആറ്റിറ്റ്യൂഡ്, ഒരു ക്രിസ്തുവിൻ്റെ ഒരു മനോഭാവം അവർ ജീവിതത്തിൽ കീപ്പ് ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ജോഷുവയുടെ ജീവിതം എടുത്താൽ, അതായത് ജോബിൻ്റെ ജീവിതം എടുത്താൽ, ആരുടെ ജീവിതം എടുത്താലും അവർ കഷ്ടതകളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ കൺട്രോൾ വിടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവരവരെ തന്നെ നിയന്ത്രിക്കുവാൻ, അവരവരെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ നിർത്തുവാൻ അവർ താല്പര്യപ്പെടുകയാണ്. അവരുടെ മനസ്സിനെ അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളെ അവർ നിയന്ത്രിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പലപ്പോഴും നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു മനോഭാവം ഡെവലപ്പ് ചെയ്തെടുക്കാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. ദൈവ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ഒരു ദൈവികമായ മനോഭാവം ജീവിതത്തിൽ നിലനിർത്തേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. ദൈവികമായ മനോഭാവം എന്ന് പറയുമ്പോൾ അത് യേശുവിൻ്റെ മനോഭാവമാണ്, അത് ക്രിസ്തുവിൻ്റെ മനോഭാവമാണ് എന്ന് നമുക്ക് കാണുവാനിടയായിത്തീരും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ
ഇപ്രകാരമാണ് വായിക്കുന്നത്: ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വേദഭാഗമാണ് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടി നാം ഒരു ദൈവിക മനോഭാവം, അതായത് ഒരു ക്രൈസ്റ്റ് ലൈക്ക് ആറ്റിറ്റ്യൂഡ്, ഒരു ക്രിസ്തുവിൻ്റെ മനോഭാവം നാം നിലനിർത്തേണ്ടതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദ സെയിം മൈൻഡ് സെറ്റ് വിച്ച് ക്രൈസ്റ്റ് ഹാഡ് മസ്റ്റ് ബി ഇൻ യു. ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്ന് പൗലോസ് ഫിലിപ്പിയിലുള്ള വിശ്വാസികളോട് ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്നതായി നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. ആ ഭാഗം നാം വായിക്കുമ്പോൾ എന്താണ് ക്രിസ്തുവിൻ്റെ മനോഭാവം താൻ അവിടെ കീപ്പ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. ആ ഭാഗങ്ങൾ വിവരിക്കാൻ വേണ്ടി പൗലോസ് യേശുവിൻ്റെ ക്രൂശീകരണ സമയത്തെ അനുഭവങ്ങളെക്കുറിച്ചാണ് താൻ വിവരിക്കുന്നത്. താൻ പറയുകയാണ്, താൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ക്രൂശിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ ജീവിതത്തിൽ പീഡനങ്ങൾ അനുഭവിച്ച് 3-4 കോടതികളിൽ തന്നെ വാദിക്കുവാനിടയായിത്തീരുന്നു. അതിനുശേഷം പരസ്യമായി തന്നെ റോഡിലൂടെ നടത്തിക്കൊണ്ടുവരുന്നു. ആളുകൾ തന്നെ പരിഹസിക്കുന്നു, തന്നെ നിന്ദിക്കുന്നു. എന്നാൽ ക്രൂശിലായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ വീണ്ടും അവർ പരിഹസിക്കുന്നതായി നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. പല രീതിയിൽ യേശുവിനെ തൻ്റെ കൂടെ ക്രൂശിപ്പാൻ ഇട്ട കള്ളൻ പോലും തന്നെ പരിഹസിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്രകാരം യേശുവിൻ്റെ ഡിവിനിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ യേശുവിനോട് പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. എന്നാൽ കർത്താവ് അവിടെ ഒരു ദൈവികമായ മനോഭാവം താൻ ക്രൂശിലും നിലനിർത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്തെക്കുറിച്ച് താൻ മെയിൻറ്റെയിൻ ചെയ്ത മനോഭാവം നാം പഠിക്കുകയാണെങ്കിൽ അവിടെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. അർദ്ധപ്രാണനായി കിടക്കുന്ന യേശു പോലും തന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരെ കണ്ടപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഇടുവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോയാൽ അങ്ങനെയുള്ള ഒരു മനോഭാവം മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുകയാണ്, അന്ന് യേശു ക്രൂശിൽ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. എനിക്ക് വേണ്ടിയൂടെയാണ് യേശു ആ ക്രൂശിൽ ആ പ്രാർത്ഥന കഴിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഞാൻ ചെയ്തത് എന്തെന്ന് എനിക്കറിയായികയാൽ എൻ്റെ ദൈവം എന്നോട് ക്ഷമിച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്ക് പാപമോചനം ലഭിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ കഴിയുന്ന, അതായത് ശരീരത്തിൽ ഇത്രമാത്രം പീഡനങ്ങൾ
ശാരീരികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്ന യേശു ആ സമയത്തും തൻ്റെ ദൈവികമായ മനോഭാവം, അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വിട്ടുകളയാതെ താൻ നിലനിർത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. വീണ്ടും കർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, തൻ്റെ ഡിവിനിറ്റിയെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നീ തെളിയിക്കും നീ ദൈവപുത്രനാണ് എന്ന്. ഞാൻ പലപ്പോഴും ഈ വേദഭാഗം വായിക്കുമ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിച്ചിട്ടുണ്ട്, ഞാനായിരുന്നു യേശുവിൻ്റെ ഭാഗത്തെങ്കിൽ, അതായത് യേശുവിനെ പോലെ ആ ദൈവത്വവും ശക്തിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ ക്രൂശിൽ കടക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്, നീ ദൈവപുത്രനെങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് തെളിയിക്കുന്ന നീ ദൈവപുത്രനാണ് എന്ന്. ഞാനായിരുന്നു യേശുവിൻ്റെ സ്ഥാനത്തെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ഞാൻ താഴെ ഇറങ്ങി വന്ന് ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് ഞാൻ തെളിയിച്ചേനെ ഞാൻ ദൈവമാണെന്ന്. എന്നാൽ ഇവിടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്, യേശു ഒരിക്കലും അവിടെ തൻ്റെ സർവശക്തിത്വം തെളിയിക്കാനോ തൻ്റെ ദൈവത്വം തെളിയിച്ച് വീരനാകുവാനോ താൻ അവിടെ ശ്രമിക്കാതെ ദൈവത്തിൻ്റെ പൂർണ്ണമായ ദൈവത്തെ അനുസരിക്കുന്ന ഒരു മനോഭാവം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പരിഹാസം അനുഭവിച്ചപ്പോഴും യാതൊരുവിധ തെറ്റും ചെയ്യാത്ത നിർദോഷിയായ കർത്താവിനെ അവർ ക്രൂശിക്കുകയും അടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തതിന് ശേഷവും തന്നെ പരിഹസിക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ് അനുസരണമുള്ളവനായി, അതായത് ദൈവത്തെ അനുസരിക്കുന്ന ഒരു മനോഭാവം സൂക്ഷിക്കുന്ന ദൈവത്തെ, യേശുവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ ഭാഗം പൂർണ്ണമായിട്ട് നാം മനസ്സിലാക്കണമെങ്കിൽ എബ്രായ ലേഖനം 12-ാം അധ്യായം അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ യേശുവിനെ നോക്കുക, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, എന്താണ് യേശുവിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്? നിങ്ങൾ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കുന്നതിനേക്കാൾ മുമ്പിൽ അല്ലാതെ പ്രശ്നങ്ങളെ അല്ല നോക്കേണ്ടത്, നിങ്ങൾ യേശുവിനെയാണ് നോക്കേണ്ടത് എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുമ്പോൾ പറയുകയാണ്. എന്തുകൊണ്ട് നമ്മൾ യേശുവിനെ നോക്കണം? തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുന്ന ഒരു യേശുവിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് യേശുവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പീഡനങ്ങളും പരിഹാസങ്ങളും ഒന്നും തൻ്റെ ദൈവികമായ മനോഭാവം വിട്ടുകളയുവാൻ ഇടയാക്കിയില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. യേശു അപമാനം അലക്ഷ്യമാക്കി. ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ഹി ഡിഡ്ന്റ് മൈൻഡ് ഇറ്റ്. തൻ്റെ ജീവിതത്തിൽ കടന്നുവന്ന പരിഹാസങ്ങളെ അവൻ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഈ വചനത്തിന് എതിരായിട്ടുള്ള കാര്യമാണ് നാം പലപ്പോഴും ചെയ്യാറുള്ളത്. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുക. അപമാനം അലക്ഷ്യമാക്കണം, ക്രൂശിനെ സഹിക്കണം. പക്ഷെ നാം പലപ്പോഴും ചെയ്യുന്നത് അപമാനം സഹിക്കുകയും ക്രൂശിനെ മൈൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഒരു വലിയ വിഷയമായി നമുക്ക് തീരുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കൺട്രോൾ വിട്ട് നാം വേറൊരു അനുഭവത്തിലേക്ക്, ഒരു പ്രത്യേക മെൻറ്റാലിറ്റിയിലേക്ക് നാം കടന്നു പോകുന്നത്. നമ്മുടെ സഭയിലെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചെറിയ ചെറിയ പരിഹാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് വലിയ വിഷയമാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാനത് വിഷയമാക്കി എടുത്തതേയില്ല. എന്നാൽ ക്രൂശിനെ താൻ സഹിക്കുവാനിടയായി തീർന്നു. കഷ്ടതകൾ സഹിക്കുവാൻ താൻ തയ്യാറായിത്തീർന്നു. ക്രൂശിനെ വ്യക്തമായി ഒരു തൻ്റെ ജീവിതഘട്ടങ്ങളിലും ക്രൂശ് ഒഴിവാക്കുവാൻ കർത്താവ് തയ്യാറായില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. താൻ ക്രൂശിനെ സഹിക്കുവാൻ തയ്യാറായി. പറയുകയാണ്, ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ.
പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ ധ്യാനിക്കുവാൻ ശ്രമിച്ചാൽ, അതായത് ക്രൂശിൽ കഷ്ടവും പീഡനവും അനുഭവിച്ച യേശുവിനെ ധ്യാനിക്കുമ്പോൾ നമുക്കുള്ള കഷ്ടതകളും പ്രയാസങ്ങളും പരിഹാസങ്ങളും ഒന്നുമല്ല എന്ന് നമുക്ക് കാണുവാനിടയായിത്തീരും. അവിടെ യേശു എപ്രകാരമാണ് തൻ്റെ ഒരു മനോഭാവം താൻ സൂക്ഷിച്ചത് എന്ന് നമുക്ക് കാണുവാനിടയായിത്തീരും. താൻ എന്തിനു വേണ്ടിയാണ് ക്രൂശ് സഹിക്കുന്നത് എന്ന് യേശുവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇതെൻ്റെ പിതാവ് എൻ്റെ മേൽ എന്നിൽ ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യമാണ്, എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം. അതായത് എന്ത് പ്രശ്നങ്ങളുടെ നടുവിലും എന്ത് ബുദ്ധിമുട്ടുകളുടെ നടുവിലും എൻ്റെ ലക്ഷ്യം എൻ്റെ പിതാവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, തന്നെ താഴ്ത്തുന്ന ഒരു മനോഭാവം ക്രൂശിലെ യേശുവിൽ നമുക്ക് കാണുവാൻ കഴിയും. അതായത് പിന്നെ പൂർണ്ണമായി അനുസരിക്കുന്ന, പിതാവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. പ്രലോഭനങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും, അതായത് തൻ്റെ ഡിവിനിറ്റിയെ തന്നെ ചോദ്യം ചെയ്തപ്പോൾ പോലും അത് മൈൻഡ് ചെയ്യാതെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് എനിക്ക് പിൻപറ്റണം, അതായത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു വലിയ ഉത്സാഹം, ഒരു വലിയ ഒരു മനോഭാവം തൻ്റെ ജീവിതത്തിൽ താൻ കീപ്പ് ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത്, യേശുവിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം എന്തായിരുന്നു? ഒന്ന്, യേശുവിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ആ ഒരു കർത്തവ്യം പൂർണ്ണമായിട്ട് നിർവഹിക്കുന്നതിലുള്ള സന്തോഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തന്നെ കോടിക്കണക്കിന് പാപികൾ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നിത്യതയിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ കാഴ്ച കർത്താവ് ക്രൂശിൽ കാണുവാനിടയായി തീർന്നു. തൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ, തൻ്റെ പരമയാഗത്തിൽ കൂടെ അനേക പാപികൾ നിത്യജീവനിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ കാഴ്ച തന്നെ സന്തോഷവാനാക്കുവാനിടയായി തീർന്നു. അവിടെ തൻ്റെ കഷ്ടതകളോ തൻ്റെ പരിഹാസങ്ങളോ തനിക്കൊരു വിഷയമല്ല. അതിനേക്കാൾ ഉപരി അവിടെയും ഒരു ദൈവികമായ മനോഭാവം അവിടെ കീപ്പ് ചെയ്യുവാനും ദൈവത്തിന് പൂർണ്ണമായി സറണ്ടർ ചെയ്യുന്ന, പിതാവിന് പൂർണ്ണമായി സറണ്ടർ ചെയ്യുന്ന യേശുവിൻ്റെ ഒരു മനോഭാവത്തെ നമുക്കവിടെ കാണുവാനിടയായിത്തീരുന്നു. താഴ്ത്തുന്ന ഒരു മനോഭാവം, അനുസരിക്കുന്ന ഒരു മനോഭാവം. പൗലോസ് ഫിലിപ്പിയരോട് ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അതിനുശേഷം ആ ഒരു ക്രൈസ്റ്റ് ലൈക്ക് ആറ്റിറ്റ്യൂഡ് തൻ്റെ ജീവിതത്തിൽ താൻ നിലനിർത്തിക്കൊണ്ട് 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് പറയുകയാണ്, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുകയാണ്, കഷ്ടതയിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, താഴ്ചയിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. പലപ്പോഴും ഈ ഒരു വാക്യം മറ്റു പല കോണ്ടസ്റ്റുകളിലാണ് നാം കേട്ടിട്ടുള്ളത്. എന്താണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പൗലോസ് പറയുന്നത്? പൗലോസ് പറയുകയാണ്, തൃപ്തി അനുഭവിക്കുന്ന ഒരു മനോഭാവം എൻ്റെ ജീവിതത്തിൽ നിലനിർത്തുവാൻ എനിക്ക് കഴിയുന്നു. അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടെയാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ സഹായത്തോടു കൂടെയാണ് എന്ന് താൻ പറയുകയാണ്. ഏതൊരവസ്ഥയിലും, സമൃദ്ധിയുടെ അനുഭവത്തിലും താഴ്ചയുടെ അനുഭവത്തിലും എല്ലാം, കഷ്ടതയുടെയും ബുദ്ധിമുട്ടിൻ്റെയും അനുഭവത്തിലും ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നത്, തൃപ്തനായിരിക്കുവാൻ കഴിയുന്ന ഒരു മനോഭാവം തൻ്റെ ജീവിതത്തിൽ താൻ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. 2-3 മനോഭാവം ഞാൻ പറയാനിടയായി തീർന്നു. ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ വേണ്ടി നാം മെയിൻറ്റെയിൻ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, അവസാനമായി പറഞ്ഞു നിർത്തുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. കഷ്ടതകളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലും പ്രാർത്ഥന തുടരുന്ന ഒരു മനോഭാവം. ദൈവവചനം പഠിക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നമുക്ക് ഈ ഒരു അനുഭവം കാണുവാൻ കഴിയും.
അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ അവരുടെ കൈയും കാലും ആമത്തിലിട്ട് പൂട്ടി അവരെ ജയിലിൽ അടച്ചിരിക്കുന്ന സമയത്തും അവർ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പലപ്പോഴും ആരാധനയിൽ അവരുടെ ചങ്ങല പൊട്ടി എന്നൊക്കെ നാം പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ സാധാരണ ചെയ്തു വരുന്ന ഒരു കാര്യം ആ ദിവസവും ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു പ്രശ്നത്തിൽ അവർ അകപ്പെട്ടത് കൊണ്ടല്ല അവർ പ്രാർത്ഥിച്ചത്. അവർ സാധാരണ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പ്രത്യേക അനുഭവത്തിലും, അതായത് കഷ്ടതയുടെയും പ്രശ്നത്തിൻ്റെയും നടുവിലും അവർ പ്രാർത്ഥനയും അവരുടെ ആരാധനയും അവർ മാറ്റിവെച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെയും അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് കഷ്ടതയുടെയും പ്രശ്നങ്ങളുടെയും നടുവിലും പ്രാർത്ഥന തുടരുന്ന ഒരു മനോഭാവം അവരുടെ ജീവിതത്തിൽ അവർ കീപ്പ് ചെയ്തതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. ഞാൻ എൻ്റെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രതിസന്ധികളുടെ ഇടയിലും വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം, അതായത് എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യം നാം തിരിച്ചറിയേണ്ടത് ചില പ്രത്യേകമായ ദൈവിക മനോഭാവം നാം നിലനിർത്തേണ്ടത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. ഞാൻ ആദ്യം പറഞ്ഞു, താഴ്ത്തുന്ന ഒരു മനോഭാവം, അനുസരിക്കുന്ന ഒരു മനോഭാവം, തൃപ്തിപ്പെടുന്ന ഒരു മനോഭാവം, പ്രാർത്ഥനയിൽ തുടരുന്ന ഒരു മനോഭാവം, കഷ്ടതയുടെയും പ്രശ്നങ്ങളുടെയും നടുവിലും ഈ ഒരു ദൈവിക മനോഭാവം നാം നിലനിർത്തുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വ്യക്തമായി ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അതിൽ കൂടെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. അതിന് ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വേഗം ഒരു പ്രാർത്ഥനാ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെൽക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്പെഷ്യലി UP വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അനേക ചർച്ചസുകൾ ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. അനേക ദൈവദാസന്മാർ ജയിലിലായിരിക്കുകയാണ്. പലർക്കും ജാമ്യം കിട്ടാത്ത പല അനുഭവങ്ങളും ഇവിടെ ഉണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൈവവചനത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവ സാന്നിധ്യം എപ്പോഴും ദൈവമേ ഞങ്ങളോട് കൂടെ ഇരിക്കുവാൻ ദൈവമേ നീ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ, ഒരു പ്രത്യേക ദൈവിക മനോഭാവം കീപ്പ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളത് ചോദിക്കുന്നു കർത്താവേ. ഇന്ന് ദൈവവചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവെ, ഞങ്ങൾ ഉത്തർപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉത്തർപ്രദേശിലെ ദൈവവേലയെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ജയിലിലായിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്. മറ്റ് പല പ്രശ്നങ്ങളിലൂടെയും കഷ്ടതകളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു പ്രത്യേക അവസരത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓരോ വ്യക്തി ജീവിതങ്ങളും ഓരോ ദൈവദാസന്മാരും ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യക്തമായി തിരിച്ചറിയുവാൻ ദൈവം സഹായിക്കണമേ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള എല്ലാ വഴികളും ദൈവം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഒരു പ്രാർത്ഥനാ ധ്വനി എന്ന ഫേസ്ബുക്ക് പേജിനെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബെൻസൺ പാസ്റ്ററെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഫിലിപ്പി പൊന്നച്ചൻ പാസ്റ്റർ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മറ്റെല്ലാ ദൈവമക്കളെയും ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ